കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സ്വയം നിയമപോരാട്ടം നടത്തി അവകാശം നേടിയെടുത്ത കോതമംഗലം സ്വദേശിനിയായ യുവതി വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായാണ് മെയ്മോൾ 1.5 വർഷം അഭിഭാഷകരില്ലാതെ പോരാടിയത്. സ്വയം നിയമപോരാട്ടം നടത്തി തന്റെ അവകാശം നേടിയെടുത്ത കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ഏകാന്ത പോരാട്ടം വിജയത്തിലേക്ക്. കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ പി ഡേവിസ് ആണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയം നേടിയത്. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മെയ്മോൾ 1.5 വർഷമാണ് അഭിഭാഷകരില്ലാതെ പോരാടിയത്. വനംവകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ചു ജയിച്ച സന്തോഷത്തിലാണ് PhD വിദ്യാർത്ഥിനി കൂടിയായ മെയ്മോൾ. ഹർജിക്കാരിക്ക് അർഹതയുള്ള 45 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി നൽകിയ 22.5 ലക്ഷം രൂപ കഴിച്ചുള്ള തുക 2 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ കെട്ടിവയ്ക്കാനാണ് കഴിഞ്ഞ 18-ന് ഉത്തരവിട്ടത്. റീബിൽഡ് പദ്ധതി പ്രകാരം ഈ മേഖലയിലെ മറ്റു കുടുംബങ്ങൾക്കൊപ്പമാണ് മെയ്മോളും ക്യാൻസർ ബാധിതയായ മാതാവ് മോളിയും കൈവശ ഭൂമി കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചത്. 2023 ഓഗസ്റ്റ് 22-ന് നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് മെയ്മോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകാൻ 2024 ഡിസംബറിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടും നടപ്പാക്കാത്തതിനെ തുടർന്ന് കോടതിയലക്ഷ്യ ഹർജിയും നൽകി. ഇതേ തുടർന്ന് ഭൂമിയുടെ വിലയായി നിശ്ചയിച്ച 45 ലക്ഷം രൂപയിൽ പകുതി തുക ആദ്യ ഗഡുവായി അനുവദിച്ചു. എന്നാൽ നിയമപ്രകാരം ആദ്യ ഗഡു അനുവദിച്ചു കഴിഞ്ഞാൽ ബാക്കി തുക കൈമാറാൻ ഭൂമിയുടെ ആധാരം വനംവകുപ്പിന്റെ പേരിലേക്ക് മാറ്റേണ്ടതുണ്ടെന്ന് കാട്ടി വനംവകുപ്പ് പുനഃപരിശോധന ഹർജി നൽകി. ഹർജി തീർപ്പായിട്ടും 2ാം ഗഡു ലഭിക്കാതെ വന്നതോടെ മെയ്മോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 2ാം ഗഡു ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ച കോടതി ആധാരം വനംവകുപ്പിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തുക പിൻവലിക്കാൻ രജിസ്ട്രിക്ക് അപേക്ഷ നൽകാനും നിർദ്ദേശിച്ചു. ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായിട്ടുള്ള തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമപോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് മെയ്മോൾ പറഞ്ഞു. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധി ഞാൻ ബഹുമാനിച്ചിരിക്കുകയും അത് വനംവകുപ്പ് ലംഘിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ ഒരു വിധിയും കോടതി അലക്ഷ്യ കേസിന്മേലുള്ള വിധിയും വനംവകുപ്പ് ലംഘിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ച വനംവകുപ്പിന് ഞാൻ എൻ്റെ ഭൂമി എഴുതി കൊടുത്താൽ ശരിയാണ്, എനിക്ക് ആദ്യഘട്ടത്തെ 50% പൈസ കിട്ടി. ഇനി നിയമപ്രകാരം ഞാൻ ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുത്താലാണ് എനിക്ക് 2ാം ഘട്ടത്തെ പൈസ കിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യം കോടതിയുടെ വിധി ലംഘിച്ച ഇവർക്ക് ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ എനിക്ക് ബാക്കിയുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എൻ്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു. എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം. അത് കണ്ടു ബോധിച്ചു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം. വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും. ഞാൻ ഈ കേരള ഹൈക്കോടതിയുടെ വിധി ഇത്രയും നല്ലൊരു ശക്തമായൊരു വിധി നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ വിദ്യാഭ്യാസമാണ്. എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എൻ്റെ കാരണവന്മാർ അധ്വാനിച്ചതിൻ്റെ ബലമാണ്. സോ അതാണ് ഇതിൻ്റെ ശക്തി. പിതാവ് മരിച്ചതിനെ തുടർന്ന് മെയ്മോളും സഹോദരനും മാതാവ് മോളിയുമായിരുന്നു മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭൂമിയിൽ താമസിച്ചിരുന്നത്. മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മാതാവ് മോളി 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായതും പട്ടാപ്പകൽ കാട്ടാന വീട്ടുമുറ്റത്തെത്തി മോളിയെ ആക്രമിക്കാൻ ശ്രമിച്ചതുമൂലം ഇവർ ഇവിടെ നിന്ന് അടുത്തു തന്നെയുള്ള മറ്റൊരിടത്തേക്ക് താമസം മാറുകയായിരുന്നു. നിലവിൽ വനംവകുപ്പിന് വിട്ടുകൊടുത്ത നിർദ്ദിഷ്ട സ്ഥലത്ത് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.